വാസുദേവായ. നമസ്കാരം. കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപർണ മോഹൻ. ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ 5-ാമത്തെ അധ്യായത്തിലെ 1 മുതൽ 5 വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. ഇനി ശ്ലോകം 6. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗത യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. അന്വയം: മഹാബാഹോ സന്യാസഃ തു അയോഗതഃ ആപ്തും ദുഃഖം. മഹാബാഹുവായ അർജുന, സന്യാസമാകട്ടെ കർമ്മയോഗം കൂടാതെ പ്രാപിക്കാൻ പ്രയാസമാണ്. യോഗയുക്തഃ മുനിഃ ന ചിരേണ ബ്രഹ്മ അധിഗച്ഛതി. കർമ്മയോഗയുക്തനായ മുനി വേഗത്തിൽ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അതായത്, അർജുന, സന്യാസമാകട്ടെ കർമ്മയോഗമനുഷ്ഠിക്കാതെ പ്രാപിക്കാൻ പ്രയാസമാണ്. കർമ്മയോഗയുക്തനായ മുനി വേഗത്തിൽ ബ്രഹ്മപദം പ്രാപിക്കുന്നു. കർത്തൃത്വാഭിമാനം ഉപേക്ഷിക്കാതെയുള്ള കർമ്മപരിത്യാഗം യഥാർത്ഥ കർമ്മസന്യാസമാവില്ല. വാസനാമാലിന്യങ്ങൾ അകന്ന് അന്ധകരണ ശുദ്ധി നേടിയവന് മാത്രമേ കർത്തൃത്വാഭിമാനം ഉപേക്ഷിക്കാൻ കഴിയൂ. എന്തെന്നാൽ മുമ്പ് പറഞ്ഞ നിർദ്വന്ദ്വാവസ്ഥ അപ്പോൾ മാത്രമേ കൈവരികയുള്ളൂ. എന്നാൽ കർമ്മയോഗത്തിലൂടെ, അതായത് ഫലകാംക്ഷയില്ലാതെ ലോകോപകാരാർത്ഥം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിലൂടെ ക്രമേണ വാസനാമാലിന്യങ്ങൾ അകന്ന് അന്ധകരണ ശുദ്ധി നേടാൻ സാധിക്കും. അപ്പോൾ കർമ്മസന്യാസത്തിന് അയാൾ അർഹനാവുകയും ചെയ്യും. കർമ്മയോഗമനുഷ്ഠിക്കാതെ കർമ്മസന്യാസത്തെ പ്രാപിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ഇതാണ്. ശ്ലോകം 7. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. അന്വയം: ജിതേന്ദ്രിയഃ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും, വിശുദ്ധാത്മാ മനോമാലിന്യമില്ലാത്തവനും, വിജിതാത്മാ മനസ്സിലെ വിക്ഷേപങ്ങൾ ഒതുക്കിയവനും, സർവഭൂതാത്മഭൂതാത്മാ സകല ജീവരാശികളുടെയും ആത്മാവ് തൻ്റെ ആത്മാവ് തന്നെയെന്ന് സാക്ഷാത്കരിച്ചവനുമായ യോഗയുക്തഃ കുർവൻ അപി ന ലിപ്യത്തെ. കർമ്മയോഗി കർമ്മം ചെയ്യുന്നുവെങ്കിലും ലേപനം ചെയ്യപ്പെടുന്നില്ല, അതായത് ബന്ധിക്കപ്പെടുന്നില്ല. അതായത്, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും മനോമാലിന്യമറ്റവനും മനസ്സിലെ വിക്ഷേപങ്ങൾ ഒതുക്കിയവനും സകല ജീവരാശികളുടെയും ആത്മാവും തൻ്റെ ആത്മാവും ഒന്നു തന്നെയെന്ന് സാക്ഷാത്കരിച്ചവനുമായ കർമ്മയോഗി കർമ്മം ചെയ്താലും അത് ബന്ധകാരണമാകുന്നില്ല. അചിരേണ ബ്രഹ്മപദം പ്രാപിക്കുമെന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞ യോഗയുക്തനായ മുനിയുടെ അവസ്ഥയാണിവിടെ വിവരിച്ചിരിക്കുന്നത്. ഇനി ആശയം പൂർണ്ണമാവുന്നതിനു വേണ്ടി 8ഉം 9ഉം ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിക്കാം. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിദ് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. അന്വയം: തത്വവിദ് യുക്തഃ ആത്മതത്വത്തെ അറിഞ്ഞ യോഗി പശ്യൻ, ഗൃഹ്ണൻ, സ്പൃശൻ, ജിഘ്രൻ, അശ്നൻ, ഗച്ഛൻ, സ്വപൻ, ശ്വസൻ, പ്രലപൻ, വിസൃജൻ, ശൃണ്വൻ, ഉന്മിഷൻ, നിമിഷൻ അപി. കാണുന്നവനും കേൾക്കുന്നവനും തൊടുന്നവനും വാസനിക്കുന്നവനും ഭക്ഷിക്കുന്നവനും നടക്കുന്നവനും ഉറങ്ങുന്നവനും ശ്വസിക്കുന്നവനും
സംസാരിക്കുന്നവനും വിസർജിക്കുന്നവനും എടുക്കുന്നവനും കൺമിഴിക്കുന്നവനും കണ്ണടയ്ക്കുന്നവനും ആയിരുന്നാലും ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തെ ഇതി ധാരയൻ, ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുകയാണ് എന്ന് ധരിച്ചുകൊണ്ട് കിഞ്ചിത് ഏവ ന കരോമി ഇതി മന്യേത, ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു. അതായത് ആത്മതത്വത്തെ അറിഞ്ഞ യോഗി ചെയ്യുന്നതെന്തും ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുകയാണ് എന്ന് ധരിച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. സർവാത്മഭാവം കൈവരിച്ച യോഗി കർത്തൃത്വഭാവനയിൽ നിന്ന് മുക്തനാവുന്ന അവസ്ഥയെക്കുറിച്ച് ഭഗവാൻ തുടർന്നും വിവരിക്കുന്നത് അടുത്ത ലക്കത്തിൽ കേൾക്കാം. ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.